ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ അതായത് നമ്മളിപ്പം ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുങ്ങാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും കിട്ടില്ല. 5 മിനിറ്റിൽ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മേക്കപ്പും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ സ്റ്റൈൽ ചെയ്ത് പുറത്ത് പോകാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓഫീസ് കോളേജ് മേക്കപ്പ് മാത്രമല്ല, പെട്ടെന്ന് ഒരുങ്ങി പുറത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാലോ. അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. തലേന്നത്തെ മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കളയുക. എന്നിട്ട് നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളെ കയ്യിൽ വേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, പൈസ കൂടിയതാണോ പൈസ കുറവാണോ അങ്ങനെയൊന്നും നോക്കിയിട്ട് വാങ്ങണ്ട. സ്കിന്നിന് ചേരുന്ന നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങുക. എന്നുവെച്ചാൽ ഹെൽത്തി സ്കിന്നിന് വേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബാരിയറാണ്. നമ്മളിങ്ങനെ കുറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലൊരു മോയ്സ്ചറൈസർ എന്തായാലും വേണം, സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങി വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ലിപ്സിലോട്ടേക്കാണ് പോകുന്നത്. ലിപ്സിൽ നമ്മൾ പലതരം ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ SPF ഉള്ളത് മാത്രം ഉപയോഗിക്കുക. കാരണം പിഗ്മെൻറ്റേഷൻ വരാണ്ട് നോക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ചുണ്ടിങ്ങനെ കറുത്ത് വരും. എനിക്കൊക്കെ നല്ല ചേഞ്ച് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലിപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു SPF ഉള്ള ലിപ് ബാമിനെ കഴിയുകയുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ നോക്കുക. നമ്മളെ സ്കിൻ കെയറിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് സൺസ്ക്രീൻ. മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഏത് റൂൾ അനുസരിച്ചിട്ടാണോ, ചിലർ 2 ഫിംഗേഴ്സ് ആയിരിക്കും, ചിലർ 3 ഫിംഗേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂൾസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ സ്കിൻ ടൈപ്പിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നെസ് വേണം, കുറച്ചൊരു ഗ്ലോ വേണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പകലല്ലേ, ഞാൻ അതിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഡേ ടൈമിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു BB ക്രീമാണ്. കാരണം നമ്മളൊരു ലൈറ്റ് മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഒന്നും പോകുന്നതല്ല, ഒരു കോളേജ് ഓഫീസ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ എന്താ പറയുക ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് നമ്മൾ BB ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഈസിയാണ്, വിരൽ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നമുക്കിങ്ങനെ ബ്രഷും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പൊതുവെ പൗഡറൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എനിക്കത് ഡ്രൈ ആവുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൗഡർ അപ്ലൈ ചെയ്യാം. ഡ്രൈ സ്കിന്നാണെങ്കിൽ പൗഡർ പരമാവധി ഉപേക്ഷിക്കുക. ഞാൻ പറയുന്ന ഈ സെറ്റിംഗ് പൗഡറിൻ്റെ കാര്യമാണ് കേട്ടോ, ഈ കോമ്പാക്ട് പൗഡർ സെറ്റിംഗ് പൗഡറിൻ്റെ ഒക്കെ കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നിങ്ങളിത് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. ഇനിയിപ്പം നിങ്ങൾ ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്തില്ലെങ്കിൽ കൂടിയും ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഡിഫറൻസ് ഇല്ലേ, നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാനുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ കൺപീലി ഒന്ന് സെറ്റാക്കുകയാണ്. അതായത് കണ്ണൊന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ണ് വിടർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തൂങ്ങിയ പോലെ ഉണ്ടാവും രാവിലെ നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ, അല്ല ഈവൻ പുറത്ത് പോവുകയാണെങ്കിൽ കൂടിയും നമ്മളൊരു തൂങ്ങിയ ഒരു ചത്ത ലുക്ക് പോലെയാണെങ്കിൽ നമ്മൾ ബാക്കി ചെയ്ത മേക്കപ്പ് ഒക്കെ അവിടെ ഉണ്ടാവും, ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഓക്കെ, അതിന് ശേഷം നിങ്ങൾ കാജൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം.
പിന്നെ അടുത്തത് മസ്കാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്നും നിർബന്ധമൊന്നുമല്ല ഇങ്ങനെ ഇതുപോലെ ചെയ്യണമെന്ന്. ഞാനിത് വളരെ ലൈറ്റായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എനിക്കൊരു 2-3 തവണ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഒരു തവണയേ ചെയ്തിട്ടുള്ളൂ. നമ്മളൊരു ലൈറ്റ് മേക്കപ്പ് അല്ലേ. അതിന് ശേഷം ഞാൻ ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ലിപ്സിലും ചീക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചീക്സിൽ അപ്ലൈ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഈ എന്താ പറയുക, ഡെയിലി ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക്, അതായത് ഇപ്പോൾ കോളേജ്, ഓഫീസ് പോകുന്നവരാണെങ്കിൽ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മളിങ്ങനെ ബ്രൈറ്റൻ ഷെയ്ഡ് സാധാരണ നമ്മൾ ഫങ്ഷൻ, പാർട്ടി വെയർ ആ ഒരു ഇതിലല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ ന്യൂഡ് ഷെയ്ഡ് ആകുമ്പോൾ നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ ഒന്ന് സെറ്റിലായിരിക്കും. പിന്നെ നമ്മളൊരു എന്താ പറയുക, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ല എന്നൊരു പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കുറച്ചൊരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രം, അങ്ങനെ വലിയൊരു മേക്കപ്പൊക്കെ ചെയ്തിട്ടല്ല നമ്മളിപ്പം പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരു നാച്ചുറൽ തോന്നുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് പാർട്ടൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റൈലിംഗ് ആണ്. എങ്ങനെ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട്, അതായത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരുങ്ങിപ്പോകാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഞാനൊരു ഡെയിലി വെയർ കുർത്തിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഈ ഒരു കുർത്തിയാണ് ഇട്ടത്, ഇൻഡിഗോ ബ്ലൂയിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് വൈറ്റ് ആങ്കിൾ ലെങ്ത്ത് വരുന്ന ലെഗിങ്സും ആയിട്ടാണ്. അപ്പം ഇനി ചെറിയൊരു സാധനം മിസ്സിങ് ആണ്, അത് ഈ ഒരു പൊട്ടാണ്. ഒരു കുഞ്ഞി പൊട്ടാണ് കേട്ടോ ഇടുന്നത്, കുഞ്ഞിപ്പൊട്ട്. ഇനി നമുക്ക് നേരെ ആക്സറീസിലോട്ടേക്ക് പോവാം. കാരണം ഡ്രസ്സ് ഇട്ടിട്ട് ആക്സറീസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ഒരു സാധനം സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് അതവിടെ നിൽക്കട്ടെ. കമ്മൽ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളൊരു കമ്മലാണ്. കാരണം എൻ്റെ ഒരു കുർത്തയും ഈ ഒരു പാൻറ്റിലൊക്കെ വൈറ്റ് കളറുണ്ട്. അപ്പോൾ അതിനൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ പേളിൻ്റെ കമ്മൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടണമെന്നൊരു നിർബന്ധമില്ല. കോട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ അതിന് കുറച്ചുകൂടെ മാച്ച് ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ആയിരിക്കും. അപ്പോൾ കുഞ്ഞാണ് കേട്ടോ സെലക്ട് ചെയ്ത് ഒരു ഡെയിലി വെയർ ലുക്ക് അല്ല. അതിന് ശേഷം എൻ്റെ അടുത്ത് ഈ ഒരു വള ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടുകയാണ്. ഇതിൽ സിൽവറും അതുപോലെ തന്നെ പേളൊക്കെ ഉണ്ട്, അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ ഇട്ടു. ഇനി എന്ന് പറയുന്നത് വാച്ചാണ്. അപ്പം ഞാൻ ഈ ഒരു വാച്ചാണ് പെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ ബാഗും ചപ്പലും ഒക്കെ ഓൾമോസ്റ്റ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ബ്രൗൺ ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ബ്രൗൺ വാങ്ങി പെയർ ചെയ്യൊന്നും വേണ്ട. ഞാൻ ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ലുക്ക് പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ്. ഇത് സൂക്കിൻ്റെ ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ. പിന്നെ ഞാൻ കൊലാപ്പൂരി മോഡലിലുള്ള ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഫ്ലാറ്റ്സ് ആണ് യൂസ് ചെയ്തത്. എല്ലാം കുറച്ചുകൂടെ ഒന്ന് മാച്ചായിട്ട് വരുന്നതാണ് ഈ ബ്രൗൺ ഷെയ്ഡ്സുമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റൈൽ ചെയ്തത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാഗിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. ലിറ്ററലി എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൽ കൊള്ളും കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിപ്പോൾ എന്തെങ്കിലും വ്ളോഗൊക്കെ എടുക്കാൻ പുറത്ത് പോകുന്നുവെങ്കിൽ എൻ്റെ ഷൂട്ടിംഗ് ആക്സസറീസും ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വെള്ളവും അങ്ങനത്തെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതിൽ നിറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എല്ലാം കൊള്ളുന്ന ഒരു അടിപൊളി ബാഗാണിത്. അപ്പോൾ ഇത് നല്ലൊരു ഓഫീസ് ബാഗും കോളേജ് ബാഗും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുമ്പോൾ ഈ ബാഗ് തന്നെ എടുക്കാൻ കാരണം. പിന്നെ നല്ല ഭംഗിയുള്ളൊരു ബാഗാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഇക്കട്ട് പ്രിൻ്റാണ്. ഇത് ഹൈദരാബാദ് ഇക്കട്ട് പ്രിൻ്റുകളാണ്. അപ്പോൾ ഞാൻ അതെൻ്റെ നോക്കി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ സൂക്കിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും, ഇഷ്ടം പോലെ ഡിസൈൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല പല വെറൈറ്റികളിലുള്ള പല പല കാറ്റഗറീസിലുള്ള ബാഗുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഓരോ ആവശ്യത്തിനനുസരിച്ച് ട്രാവൽ പർപ്പസിനാണെങ്കിൽ അങ്ങനെ, അല്ല ഡെയിലി ബേസിലാണ് അങ്ങനെ, ഇനി ഓഫീസ് യൂസിനാണ് അങ്ങനെ, പല കാറ്റഗറിയിലുള്ള ബാഗുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സൂക്കിൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും ലേഡീസിൻ്റെ സാധനങ്ങളാണ് ഇവരിത് സെൽ ചെയ്യുന്നത്. അപ്പം ഇതിലെ പ്രൊഡക്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കൂടുതലും ഹാൻഡ് ക്രാഫ്റ്റ് ആണ്. പിന്നെ മാത്രമല്ല വീഗൻ ലെതർ ആണ് ഇവരിത് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഈ ഒരു ബാഗ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരു സ്ട്രിങ് ആണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിനൊരു സിപ്പ് ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ പുറകിൽ നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു ക്വിക്ക് ആക്സസിന് വേണ്ടിയിട്ട് ഇവിടെയും ഒരു സിപ്പ് ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഇന്നർ സിപ്പ് ലോക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താണ് ഈ പെന്നൊക്കെ ഇടേണ്ട, മൊബൈലൊക്കെ ഇടേണ്ട സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ബാഗാണ്, ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അടിപൊളി ബാഗാണ്, ഡെയിലി യൂസിന് പറ്റിയൊരു അടിപൊളി ടോട്ട് ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കാരണം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവരുടെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ബാഗാണ്, പല പല ഡിസൈൻസിലൊക്കെ അവൈലബിൾ ആണ്. ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ സോക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക്സും കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.